പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനുമെതിരെ ഗെറ്റ് ഔട്ട് പ്രചാരണവുമായി വിജയ് നടൻ രംഗത്ത്. വിജയിയുടെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകത്തിന്റെ 1-ാം വാർഷിക സമ്മേളനത്തിലാണ് ഈ പ്രചാരണത്തിന് തുടക്കമായത്. മഹാബലിപുരത്തെ നേതൃസംഗമ പരിപാടിയിൽ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുകയാണ്. റഹീസ്, ഗെറ്റ് ഔട്ടാണോ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം? അത് വെളിപ്പെടുത്തിയോ? SKN ഇത്രയും ദിവസം മനസ്സിൽ കൊണ്ടു നടന്ന ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം വിജയ് എന്തായാലും ഇപ്പോൾ അതൊരു ക്യാമ്പയിനായി തുടങ്ങിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനം, ഇന്ന് വിജയുടെ പാർട്ടിയുടെ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് 2000 പേർ പങ്കെടുക്കുന്ന ഒരു പരിപാടി മഹാബലിപുരത്ത് നടക്കുകയാണ്. അതിൻ്റെ സമ്മേളനം നടക്കുന്നു. അതിലേക്ക് വിജയ് കൃത്യം 10 മണിക്ക് എത്തി. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം പ്രശാന്ത് കിഷോർ നേരത്തെ തന്നെ വിജയുമായി പലതവണ ചർച്ച നടത്തിയിരുന്നു. അദ്ദേഹം നേരത്തെ DMK-യുടെയും AIDMK-യുടെയും ഒക്കെ വിജയത്തിന് പ്രധാന പങ്ക് വഹിച്ച് തമിഴ്നാട്ടിൽ നേരത്തെ തന്നെ തൻ്റെ സ്ട്രൈക്ക് റേറ്റ് തെളിയിച്ചിട്ടുള്ള ഒരു തന്ത്രജ്ഞനാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇത്തവണ TVK-ക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. പ്രശാന്ത് കിഷോറും വിജയും ഒക്കെ ഈ പരിപാടി അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഈ പരിപാടിയിലേക്ക് എത്തുമ്പോഴായിരുന്നു അവിടെ ഒരു #ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ, അതിൽ ഗെറ്റ് ഔട്ട് എന്ന് മാത്രമാണ് എഴുതിയിട്ടുള്ളത്. പ്രധാനമായുമുള്ള ചിത്രങ്ങൾ ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്കെതിരായ അക്രമം തമിഴ്നാട്ടിൽ പൊതുവെ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രചാരണ ആയുധമാക്കി പ്രചാരണമാക്കിയൊക്കെ മുന്നേറാനാണ് വിജയ് ശ്രമിക്കുന്നത്. അതിനോടനുബന്ധിച്ചാണ് അദ്ദേഹം ഗെറ്റ് ഔട്ട് ക്യാമ്പയിൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അത് 2 മുന്നണികൾക്കും എതിരെയാണ് എന്നാണ്, അതായത് BJP-ക്കും ഒപ്പം തന്നെ DMK-ക്കും എതിരെയാണ്, ഇവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നവർക്കും എതിരെയാണ് എന്ന് വിജയ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ ആദ്യ സൈൻ വിജയ് ഇടുകയും ചെയ്തു. ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായി എത്തിയിട്ടുള്ള പ്രശാന്ത് കിഷോർ പക്ഷേ ഈ ഒരു സൈൻ ബോർഡിൽ സൈൻ ചെയ്യാൻ തയ്യാറായിട്ടില്ല. TVK-യുടെ ജനറൽ സെക്രട്ടറി ആനന്ദ് അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നുണ്ട് അവിടെ ഒപ്പിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ താൻ ഇല്ല എന്ന് അദ്ദേഹം കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ തന്ത്രജ്ഞൻ എത്തുന്നു. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയാനായി 2000 പേരുടെ ഒരു സംഗമം നടക്കുന്നു. ഇനി വിജയ് പറയുന്നത് ഓക്കെ, മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ വിവരങ്ങൾ നൽകിയത്. എന്തായാലും തമിഴ് നടൻ വിജയൻ, അദ്ദേഹം തമിഴക വെട്രിക്കഴകത്തിൻ്റെ നേതാവാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഗെറ്റ് ഔട്ട് അടിക്കും മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനെയും അതുപോലെ പ്രധാനമന്ത്രിയും എന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് കൂടുതൽ സജീവമാകാണ്. പ്രശാന്ത് കിഷോർ പോലുള്ള ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റുകളും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്.